അനശ്വരനായ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകളുമായി വീണ്ടും സമ്മർ ഇൻ ബെത്ലഹേം റിലീസിന് ഒരുങ്ങുന്നു. 27 വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസിന് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എവർഗ്രീൻ ക്ലാസിക് ചിത്രങ്ങളൊന്നായ സമ്മർ ഇൻ ബെത്ലഹേം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നവംബറിലാണ് ചിത്രത്തിൻ്റെ 4K റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഗാനങ്ങളിലൂടെ മലയാളിക്ക് മറക്കാനാകാത്ത ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ച ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേര് പുതിയ പോസ്റ്ററിൽ പ്രാധാന്യം നൽകിയത് വളരെയധികം ശ്രദ്ധേയവുമായി. കഴിഞ്ഞ ചില റിലീസ് ചിത്രങ്ങളുടെ പോസ്റ്ററുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിനാണ് വഴിയൊരുക്കിയതും. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ എത്രയോ സിനിമകളായിരുന്നു ഹിറ്റായത്. അതുകൊണ്ട് അദ്ദേഹത്തെ മലയാളികൾക്ക് ഒരിക്കലും മറക്കുവാനും കഴിയില്ല. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ സിബി മലയിലായിരുന്നു സമ്മർ ഇൻ ബെത്ലഹേമും സംവിധാനം ചെയ്തത്. രഞ്ജിത്ത് തിരക്കഥ എഴുതി സിയാദ് കോക്കർ നിർമ്മിച്ച മനോഹരമായ ചിത്രം തന്നെയാണ് സമ്മർ ഇൻ ബെത്ലഹേം. ഇതിൽ ആമി, രവിശങ്കർ, ഡെന്നീസ്, നിരഞ്ജൻ, മോനായി തുടങ്ങിയ കഥാപാത്രങ്ങളെ ഒരിക്കലും മലയാളിക്ക് മറക്കുവാനും കഴിയില്ല. മഞ്ജു വാര്യർ, സുരേഷ് ഗോപി, ജയറാം, കലാഭവൻ മണി എന്നിവർ ഒന്നിച്ച ചിത്രത്തിൽ സൂപ്പർ താരം മോഹൻലാലും അതിഥി വേഷത്തിലെത്തി നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. മഹത്തായ മാറ്റം മാത്രം കൊതിക്കുന്ന വികാരജീവികളായ വിപ്ലവകാരികളുടെ മനോരോഗത്തിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ദേവദൂതൻ, ചോട്ടാ മുംബൈ എന്നീ ചിത്രങ്ങൾക്കു ശേഷം ഹൈ സ്റ്റുഡിയോസിന്റെ നേതൃത്വത്തിലാണ് സമ്മർ ഇൻ ബെത്ലഹേം 4K നിലവാരത്തിൽ റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിദ്യാസാഗറിന്റെ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ അനശ്വരമായ വരികളും ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ട്. KJ യേശുദാസ്, KS ചിത്ര, സുജാത, MG ശ്രീകുമാർ, ശ്രീനിവാസ്, ബിജു നാരായണൻ തുടങ്ങിയവരായിരുന്നു ഇതിലെ ഗായകരും. കോക്കേഴ്സ് ഫിലിംസിനൊപ്പം അഞ്ജന ടാക്കീസ്, എവരിഡേ ഫിലിംസ് എന്നിവർ സഹകരിച്ചാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നതും. സഞ്ജീവ് ശങ്കറാണ് ഛായാഗ്രാഹകൻ. വീണ്ടും സമ്മർ ഇൻ ബെത്ലഹേം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.